ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ചെറിയ കുട്ടികൾക്കുള്ള പട്ടുപാവാട എങ്ങനെ ഈസിയായി തയ്ച്ചെടുക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പട്ടുപാവാടയുടെ അളവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് വേസ്റ്റിൻ്റെ അളവ് വരുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 3 ഇരട്ടി വേസ്റ്റ് വിഡ്ത്തായിട്ട് നമ്മൾ എടുക്കണം. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുത്ത് കൊടുക്കുന്നത് 15 ഇഞ്ചാണ്. ഞൊറി വിട്ട് കൊടുക്കാനായിട്ട് 1 ഇഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ച് വീതിയിൽ വേണമെങ്കിൽ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. വലിയവർക്കൊക്കെ 1.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഞൊറി വിട്ടെടുക്കുകയാണ്. അപ്പോൾ മാർക്ക് ചെയ്ത കാരണം നമുക്ക് എളുപ്പമായിരിക്കും ഞൊറി വിട്ടെടുക്കാൻ. നമ്മൾ ഫുള്ള് ഞൊറി വിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ നിന്ന് താഴത്തേക്ക് അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും ചെയ്യാൻ പോവുകയാണ്. ലൈനിങ്ങിൻ്റെ തുണി നമ്മൾ വേസ്റ്റ് വിഡ്ത്തിൻ്റെ ഇരട്ടിയാണ് എടുക്കുന്നത്. ലെങ്ത്ത് 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ നേരത്തെ 15 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ 14 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. സ്റ്റിച്ചിങ് നമ്മൾ കറക്റ്റ് 1 ഇഞ്ചിലൊന്നും ചെയ്യേണ്ട, 1/2 ഇഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ 2.5 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ മുകളിൽ നിന്ന് അടിഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഇത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ 2.5 ഇഞ്ച് നമ്മൾ വിട്ട ഭാഗം ഒരുമിച്ച് ഫോൾഡ് ചെയ്ത് ആ ഭാഗം നമ്മൾ ചുരിദാറിന് തയ്ക്കുന്ന പോലെ, ചുരിദാറിന് സ്ലിറ്റ് തയ്ക്കില്ലേ അതുപോലെ നമ്മൾ തയ്ച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് വേസ്റ്റ് ബാൻഡ്. 4 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ നീളം നമ്മുടെ വിഡ്ത്ത് നമ്മൾ 12 ഇഞ്ചല്ലേ എടുത്തത്, പ്ലസ് 3 ഇഞ്ച് കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡും നമ്മൾ മടക്കി വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതാ വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വേസ്റ്റ് ബാൻഡിന് 2 ആക്കി മടക്കിയിട്ട് ആ ഭാഗത്ത് തയ്ച്ചു കൊടുക്കാൻ പോവാണ്. നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വള്ളി നമ്മൾ തയ്ച്ചു കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് 1 ഇഞ്ച് വീതിയിലുള്ള തുണിക്കഷ്ണം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 2 ആക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഒരു ചെറിയ തുണിക്കഷ്ണം നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു സ്ക്വയർ പീസ് ആണെങ്കിൽ നന്നാവും. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കി വന്ന തുണിയിൽ നിന്ന് ഒരു 2 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ തയ്ച്ച് വെച്ച ആ വള്ളിയില്ലേ അത് നമ്മൾ പട്ടുപാവാടയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു സൂചി പിന്ന് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെറിയ തുണിക്കഷ്ണം ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ നടുവിൽ ഈ വള്ളി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു വട്ടം കൂടി മടക്കിയിട്ട് ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി മറ്റേ വള്ളിയുടെ എൻഡിൽ നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മളത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ തച്ചൊക്കെ ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് സിമ്പിളല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.